എല്ലാവർക്കും മലയാളി കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന വിഭവം രസമാണ്. ഇത് നമുക്ക് വയറിന് അസുഖമുള്ളപ്പോഴും കഴിക്കാം. വയറു സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കാനും കഴിക്കാൻ പറ്റിയൊരു പ്രതിവിധിയായിട്ടുള്ള ഒരു നല്ലൊരു രസമാണ്. വളരെ ടേസ്റ്റിയാണിത്. നമുക്ക് ഈ രസം വയ്ക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു തക്കാളി അരിഞ്ഞത് വേണം. ഒരു വലിയ നെല്ലിക്കട അത്രയ്ക്ക് കോൽപ്പുളി വേണം. പിന്നെ ഉലുവ വേണം, കടുക്, കായംപൊടി, മല്ലിയില, വെളുത്തുള്ളി കുറച്ചെടുത്ത് ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, പച്ചമുളക് നടുപൊളിച്ച് കീറിയത്, കുറച്ച് വേപ്പില, മുളക് പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി. നമുക്ക് രസം വയ്ക്കാനായിട്ട് ആ പുളി ഞാൻ 4 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം ഇത് പിഴിഞ്ഞെടുത്ത് വേറെ വയ്ക്കണം. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു 1/4 സ്പൂണ് ഉലുവ മണി, ഉലുവ നമുക്ക് കുറച്ച് മൂപ്പിക്കണം. ഉലുവ മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ കുറച്ച് കുറയ്ക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് കടുക് ഇടണം. നമുക്ക് അരിഞ്ഞ് വെച്ചാൽ ഒരു തക്കാളി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കീറി വെച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. വേപ്പില ചേർക്കാം. അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില ചേർക്കാം. വെളുത്തുള്ളി ചേർക്കാം. ചതച്ച വെളുത്തുള്ളി ചേർക്കാം. ചതച്ച് വെച്ച ഇഞ്ചി ചേർക്കാം. ഇനി നന്നായി വഴറ്റുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർക്കാം. നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് ചേർക്കാം. ഇനി നന്നായി തിളപ്പിക്കാം. ഇതിലേക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂണ് ഉലുവപ്പൊടി, കുറച്ച് കായപ്പൊടി, പാകത്തിന് ഉപ്പ് ചേർക്കാം. നമ്മുടെ രസം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 തള തിളച്ചാൽ നമുക്ക് തീ ഓഫാക്കാം. എന്തെങ്കിലും ഉപ്പും മുളക് എന്തെങ്കിലും പോരായ തോന്നുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് തുറക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇതിലിപ്പോൾ എല്ലാതും ഉണ്ട്, കാരണം ഒന്നും ഇടുന്നില്ല. ഇപ്പോൾ നമ്മുടെ തീ ഓഫാക്കുക. നമ്മുടെ നല്ല ടേസ്റ്റുള്ള രസം തയ്യാറായി. നിങ്ങളെല്ലാവരും ഈ രസം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഭവമായി വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.